മുടി കൊഴിച്ചിൽ, താരം, അത് മുടിക്ക് തീരെ ബലമില്ലായ്മ, മുടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോബ്ലംസ് ഇല്ലാത്ത വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിയോ ഹെയർ ലോഷൻ പക്ക പെർഫെക്റ്റ് ആണ്. മുടി തീരെ ഇല്ലാത്തവർക്ക് മുടി വരാനുള്ളൊരു പക്ക ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ് തായ്ലൻഡിൻ്റെ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി കിടിലം പ്രൊഡക്റ്റാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗഫ ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഓയിലാണ്, ഒരു എണ്ണയാണ്. അപ്പോൾ ഈ ഒരു ഓയിൽ സാധാരണ ഇപ്പോൾ നമ്മൾ ഒരുപാട് വെളിച്ചെണ്ണ, കാച്ചി എണ്ണ, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടാവില്ല. പ്രയോജനം ഉണ്ടാവുന്നത് വളരെ കുറഞ്ഞ പേർക്ക് മാത്രമായിരിക്കും. പക്ഷേ ഹൗഫ ഹെയർ ഓയിലിൻ്റെ പ്രത്യേകത കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ കംപ്ലീറ്റ് സ്റ്റോപ്പ് ആവും. അതുപോലെ തന്നെ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ അത് കംപ്ലീറ്റ് സോൾവ് ആവും. മുടിക്ക് നല്ല സ്ട്രെങ്ത്ത് കിട്ടും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിയോ ഹെയർ ലോഷൻ ഞാൻ ഏകദേശം 1 year ആയിട്ട് ഉപയോഗിച്ചിട്ട് എനിക്ക് മുടി വരാനുള്ളിടത്തോളം കംപ്ലീറ്റ് മുടി വന്ന് ഈ നെറ്റിൽ മാത്രമാണ് എനിക്ക് മുടി വരാത്തുള്ളത്. ബാക്കിയുള്ള മിഡിലൊക്കെ ഉള്ള വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ശേഷം ഞാൻ നിയോ ഹെയർ ലോഷൻ ഉപയോഗിക്കുന്നതാണ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ മുടി ഇങ്ങനെ കൊഴിച്ചിൽ തുടങ്ങി. അപ്പോൾ ആ ഒരു പ്രോബ്ലം ആ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ എല്ലാവർക്കും ആ പ്രോബ്ലം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മുടി വരണമെങ്കിൽ നിയോ ഹെയർ ലോഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് മുടി വരുള്ളൂ. അത് ഒരു രക്ഷയില്ലാത്ത പ്രൊഡക്റ്റാണ്. കാരണം ഇത്രയും കാലമായിട്ട് ഒരുപാട് മെഡിസിൻ മാർക്കറ്റ്, ഒരുപാട് മരുന്ന് മാർക്കറ്റിലും പല ആളുകളും ഉപയോഗിച്ചിട്ട് ഒരു പ്രയോജനം ഇല്ലാത്ത സമയത്താണ് നിയോ ഹെയർ ലോഷൻ്റെ എൻട്രി. പക്ഷേ നിയോ ഹെയർ ലോഷൻ വന്നപ്പോൾ അത് വളരെ എഫക്റ്റീവായി. കാരണം തീരെ മുടി ഇല്ലാത്തവർക്ക് മുടി വളർന്നു വരുന്നു. പക്ഷേ മുടി ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് കൊഴിച്ചിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനൊക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൗഫ ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഹൗഫ ഹെയർ ഓയിൽ ഇപ്പോൾ ഏകദേശം 7 മാസത്തോളമായിട്ട് ഞാൻ ഇതിൻ്റെ പിന്നാലെ തന്നെയാണ്. കാരണം ഈ മാനുഫാക്ചറിങ്ങും കാര്യങ്ങളും ഇതിൻ്റെ റിസർച്ചിങ്ങും, കാരണം ഞാനിത് ഉപയോഗിച്ച് എനിക്ക് മുടി ഏകദേശം ഉള്ളൊക്കെ കംപ്ലീറ്റ് ഫില്ലായി വന്ന അവസ്ഥയിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതിനുശേഷമാണ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ വന്ന മുടി അതുപോലെ തന്നെ കൊഴിഞ്ഞു പോവുക. ആ സമയത്തായിരുന്നു ഞാൻ ഇതിൻ്റെ റിസർച്ചിൽ, ഇത് എന്നെ UAE നിന്നും ഒരു ടീം പരിചയപ്പെടുത്തിയായിരുന്നു. പക്ഷേ ഇത് അവർ UAE മാർക്കറ്റിലോ കാര്യങ്ങളോ ഒന്നും ലഭ്യമല്ല. ആ സമയത്തായിരുന്നു എനിക്കിൻ്റെ സാമ്പിൾ കിട്ടി. ഞാൻ ഏകദേശം ഒരു 2 മാസത്തോളം ഉപയോഗിച്ച് എനിക്ക് എയർ ഫാളിങ് അവിടെ സ്റ്റോപ്പായി. അതിനുശേഷം വീണ്ടും ഞാനത് ഉപയോഗിക്കൽ തുടങ്ങി. ഇപ്പോൾ ഏകദേശം 3.5 മാസത്തോളമായി ഇപ്പോൾ ഉപയോഗിക്കണം. ഇപ്പോൾ എൻ്റെ എയർ ഫാളിങ് മാത്രമല്ല, ഡാൻഡ്രഫിൻ്റെ ഒരു ഇഷ്യൂ ഇല്ല. അതുപോലെ തന്നെ ഹെയറിന് നല്ല സ്ട്രെങ്ത്ത് കിട്ടി. ഹെയറിന് സ്ട്രെങ്ത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു പുത്തൻ അനുഭവം. പഴയ കാലത്തുള്ള ഹെൽത്തി ആയിട്ടുള്ള ഹെയറാണ് ഇപ്പോൾ എനിക്ക് ഉള്ള ഹെയർ കേട്ടോ. അതായത് ഒന്നായിട്ടായിട്ട് ഹെയർ അല്ല. പിന്നെ വെറുതെ നമ്മളൊരു വാചകം അടിച്ച് കണ്ട് വീഡിയോ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഈ മുടി ഇല്ലാത്ത വീഡിയോ ചെയ്തിട്ടാണ് ഞാൻ ഈ നിയോ ഹെയർ ലോഷനിലൂടെ പബ്ലിസിറ്റി നേടിയത്. അത് ഒരുപാട് നല്ല കൂട്ടുകാർ ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഏകദേശം ഒരു 75% റിസൾട്ട് കിട്ടി, 25% റിസൾട്ട് കിട്ടാത്തവരുണ്ട്. അപ്പോൾ ഏത് ശരീരത്തിലും എഫക്റ്റീവ് ആവുന്ന ഒരുപാട് മരുന്നുകളുണ്ട്. പക്ഷേ എല്ലാവർക്കും ഷൂട്ടബിൾ ആവണമെന്നില്ല. കാരണം ചിലർക്ക് ഹോർമോണിൻ്റെ ഇഷ്യൂ, തൈറോയിഡിൻ്റെ ഇഷ്യൂ, പാരമ്പര്യമായിട്ടുള്ള പോരായ്മകൾ, അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന രീതി ചിലപ്പോൾ ശരിയല്ലെങ്കിൽ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. റിസൾട്ട് കിട്ടുന്നവർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട്. റിസൾട്ട് കിട്ടുക, അതായത് നിയോ ഹെയർ ലോഷൻ ഉപയോഗിച്ചിട്ട് 25% റിസൾട്ട് ഉണ്ട്, 25% റിസൾട്ട് ഇല്ല എന്നാണ് എൻ്റെ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ്. കാരണം ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ പ്രൊഡക്റ്റ് പാരഡൈസ് കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള എന്നോട് കോൺടാക്ട് ചെയ്തിട്ടും അത് ഒരുപാട് എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പോൾ ഈ ഒരു ഹൗഫ ഹെയർ ഓയിൽ മാർക്കറ്റ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മുടി പറഞ്ഞില്ല ഇങ്ങനെ നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള മുടി, നമുക്ക് മുടി കൊഴിച്ചിലോ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ഈ നെറ്റിൽ മുടി വന്നിട്ടില്ല എന്നുള്ള റീസൺ മാത്രമേ ഉള്ളൂ. അത് ഒട്ടുമിക്ക ആൾക്കാർക്കും വരില്ല. വളരെ വിരലിൽ എണ്ണ മാത്രം ആൾക്കാർക്ക് മാത്രമാണ് നെറ്റിയിൽ ഫുള്ള് മുടി വരുള്ളൂ. വരും ബേബി ഹെയർ, അത് കുറച്ച് കഴിഞ്ഞാൽ അത് കൊഴിഞ്ഞു പോകും. അപ്പോൾ ഞാൻ നിയോ ഹെയർ ലോഷനെ തരം താഴ്ത്തല്ല. നിയോ ഹെയർ ലോഷൻ എന്തുകൊണ്ട് പെർഫെക്റ്റ് ക്വാളിറ്റി എന്ന് പറയാം. തീരെ മുടിയില്ലാത്ത തലയിൽ മുടി വരുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷേ അത് തിരിച്ച് പോകുന്ന അവസ്ഥ വരുമ്പോഴാണ് എല്ലാവരും കൂടുതൽ ടെൻഷൻ അടിക്കുക. പക്ഷേ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഹൗഫ ഹെയർ ഓയിലിൻ്റെ പ്രത്യേകത കഴിഞ്ഞാൽ യാതൊരുവിധ കെമിക്കലും ഇല്ല. കംപ്ലീറ്റ് നാച്ചുറൽ. കാരണം ഇതിൽ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. പക്ഷേ ഇതിലൊരു മരത്തിൻ്റെ വേരാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് പിന്നെ തലക്ക് നല്ല തണുപ്പായിരിക്കും. പിന്നെ നല്ല ഉറക്കം അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാം. ഒരുപാട് നല്ല പ്രത്യേകത ഉണ്ട് ഈ മരുന്നിന്. അപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക,
ഈ വീഡിയോയുടെ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ. കാരണം ഹൗഫ ഹെയർ ഓയിൽ ഒരു നാച്ചുറൽ പ്രൊഡക്റ്റാണ്, ഉപയോഗിച്ച് കഴിഞ്ഞാൽ എഫക്റ്റ് കിട്ടുമെന്നതിൽ യാതൊരു സംശയം വേണ്ട. പിന്നെ ഈ മുടി ഇല്ലാത്തവൻ്റെ പ്രശ്നം നമുക്ക് ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല. മുടി ഇല്ലെങ്കിൽ അതൊരു വേറൊരു കോൺഫിഡൻറ്റ് നഷ്ടപ്പെടുന്നൊരു പ്രോബ്ലംസാണ്. ഭയങ്കര ഒരു ഷെയിമുകേടാണ് മുടി ഇല്ലെങ്കിൽ. ഞാനും തന്നെ ഒരുപാട് അനുഭവിച്ചാണ്. എനിക്ക് മുടി വന്നു, അൽഹംദുലില്ലാ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരുപാട് കൂട്ടുകാർ നമ്മളെ ഫ്രണ്ടിൽ നമ്മൾ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് വരുമ്പോൾ നമുക്ക് അവർക്ക് മനസ്സിലാവും മുടി വന്നിട്ടുള്ള അവസ്ഥകളും കാര്യങ്ങളും. ആഫ്റ്റർ ബിഫോർ വീഡിയോസൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് വന്ന് പിടിച്ച് നോക്കാറും പറഞ്ഞിട്ടുണ്ട് മുടി ഇത് ഒറിജിനലാണോ അതോ വെപ്പ് മുടിയാണോ. ഇപ്പോൾ ഒരു ഫൈബറിൻ്റെ ഒക്കെ ഒരു മുടി ഉണ്ടല്ലോ, ഫൈബറിൻ്റെ ഒക്കെ ഒരു പൗഡറൊക്കെ ഉണ്ട്, അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. അങ്ങനെ അതൊന്നുമല്ല, ഡയറക്റ്റ് വന്നിട്ട് നമ്മൾ ഓഫീസിലും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവർ ഫോട്ടോ എടുത്ത് പോകാറുണ്ട്, അവർ തന്നെ നമ്മൾ പരിചയപ്പെട്ടിട്ട് പ്രൊഡക്റ്റ് വാങ്ങാറുണ്ട്. അപ്പോൾ അതുപോലത്തെ പക്ക നാച്ചുറൽ പ്രൊഡക്റ്റാണ് ഹൗഫ ഹെയർ ഓയിൽ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം, കുട്ടികൾക്കും വലിയവർക്കും. ഏറ്റവും കൂടുതൽ നല്ല എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്കാണ്. കാരണം അവർക്ക് നല്ല ഉള്ളുള്ള മുടി പെട്ടെന്ന് നഷ്ടപ്പെട്ട് പോകുക പറഞ്ഞാൽ ആരായാലും ടെൻഷൻ അടിച്ച് പോകും. അപ്പോൾ അവർക്കൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് പക്ക റിസൾട്ട് എന്ന് പറഞ്ഞാൽ പക്ക റിസൾട്ടാണ്. ചില ആളുകൾക്ക് കാണാം താരം ശരീരത്തിലേക്ക് ഇറങ്ങുക. അപ്പോൾ അവർക്കൊക്കെ ഉപയോഗിച്ചിട്ട് ബെനിഫിറ്റ് ഉണ്ടെന്നാണ് നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ കമ്പനി അവകാശപ്പെടുന്നത്. ഞാനിത് കമ്പനിയുടെ യാതൊരു അവകാശവും ഞാൻ നോക്കുന്നില്ല. എൻ്റെ ഈ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് പക്ക റിസൾട്ട് എന്ന് പറയാം. എൻ്റെ വൈഫ് ഉപയോഗിക്കുന്നുണ്ട്, എൻ്റെ മോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനങ്ങനെ ഏജ് ലിമിറ്റൊന്നുമില്ല. കുട്ടികൾക്കും ഉപയോഗിക്കാം, വലിയവർക്കും ഉപയോഗിക്കാം. എല്ലാവർക്കും അറിയാമല്ലോ, ഈ വീട്ടിലൊക്കെ കുയൽ വെള്ളം ഉള്ള കാരണം കൊണ്ട് മുടി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പോകുന്ന റീസൺ ഉണ്ട്. അതൊക്കെ ഇതുകൊണ്ട് സോൾവ് ആവുന്നുണ്ട്. ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ചിട്ട് കൊഴിച്ചിൽ സ്റ്റോപ്പ് ആവാതിരിക്കുക, അതുപോലെ തന്നെ ഡാൻഡ്രഫ് പോകാതിരിക്കുക, മുടിയുടെ സ്ട്രെങ്ത്ത് കിട്ടാതിരിക്കുക എന്നുള്ള എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ ഞാൻ ഈ പ്രൊഡക്റ്റ് ഞാനവിടെ സ്റ്റോപ്പ് ചെയ്യും. ഈ പ്രൊഡക്റ്റ് മീൻസ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ 100-ൽ 90% റിസൾട്ട് എന്ന് പറയാം. അങ്ങനെ അത്ര പറയാൻ പറ്റുള്ളൂ. 100-ൽ 90% പക്ക റിസൾട്ട്, അങ്ങനെ തന്നെ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഷൂട്ടബിൾ ആവണമെന്നില്ല, ഉപയോഗിച്ച് നോക്കണം. പിന്നെ ന്യൂയോർലക്ഷൻ്റെ അത്ര പ്രൈസും ഇല്ല, വളരെ കുറഞ്ഞ പ്രൈസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പക്ക പെർഫെക്റ്റ് ആണ്. ചലഞ്ചാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തംസ് അപ്പ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതിപ്പോൾ GCC രാജ്യങ്ങളിൽ അവൈലബിൾ അല്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ കുറേ പേപ്പർ വർക്ക് ഒക്കെ ക്ലിയർ ആവാണ്ട്. ഇവിടുത്തെ ഇന്ത്യൻ ലൈസൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ബോട്ടിലുമുണ്ട്. അപ്പോൾ ഈ GCC രാജ്യങ്ങളൊക്കെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാലാണ് ഇതിപ്പോൾ GCC രാജ്യങ്ങളിലൊക്കെ നമുക്ക് അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇന്ത്യയിൽ മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ, സി യു.